ഹലോ അതി, എങ്ങോട്ടാണ് നമ്മൾ പോണേ? ഹലോ, നമ്മൾ ഇന്ന് പോകുന്നത് ബീക്കൺ എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ്, ന്യൂയോർക്കിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ വാട്ടർഫാൾസ് ഹോപ്പ്ഫുള്ളി കാണും. ഹൈക്കിംഗ്, ട്രെയിലിംഗ്, ചെറിയൊരു പിക്നിക് സെറ്റപ്പ് ഉണ്ട്. ബാക്കി ഇനി റോഡിലെത്തിയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ട്രിപ്പ് തുടങ്ങി ഒരു 15 മിനിറ്റ്സോളമായി. ഇനിയും ഒരു 1 hour 15 minutes ഉണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത സ്ഥലത്തെത്താൻ. ഇപ്പോൾ ഈ ജയൻറ്റ് വീല് മാതിരി ഒരു സംഭവം കാണുന്നില്ലേ? ഇതൊരു മോളിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇതാണ് അമേരിക്കൻ ഡ്രീം മെഡോലാൻഡ്സ് ഷോപ്പിംഗ് മോൾ. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഷോപ്പിംഗ് മോൾ ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തീം പാർക്കും വാട്ടർ പാർക്കും പിന്നെ സ്കീ ചെയ്യാനുള്ള സ്ഥലവും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് എൻ്റെ ഉള്ളിൽ. സോ ഞാൻ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും. ഞങ്ങൾ പോണ വഴിക്ക് കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇനി 9 minutesൽ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തും, ബീക്കൺ സിറ്റി. ദേ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത ബീക്കൺ സിറ്റിയാണ്. സോ ഇവിടെ നമുക്ക് വാട്ടർ ഫ്രണ്ടും വാട്ടർഫാളും ഒക്കെ കാണാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ ഗൂഗിൾ മാപ്പ് ഞങ്ങളോട് അങ്ങനെ സഹകരിക്കാത്തതുകൊണ്ട് ഞങ്ങൾ എത്തേണ്ട അടുത്തൊന്നും പറ്റിയില്ല. വാട്ടർ ഫ്രണ്ടും വാട്ടർഫാളും ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ പിന്നെ ഞങ്ങൾ വേറൊരു വണ്ടി ഫോളോ ചെയ്തിട്ടൊക്കെ പോയി ഞങ്ങളുടെ ഈ സ്ഥലത്തെത്തി. ഈ വാട്ടർ ഫ്രണ്ടും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ഇത് ബീക്കൺ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ആ ബ്രിഡ്ജ് കണ്ടില്ലേ? ഇതാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് ഇവിടെ എത്തിയത് കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ബ്രിഡ്ജ്. സോ ഇവിടെ കുറച്ച് നേരം നമ്മൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ പക്ഷിയെ കണ്ടോ? ഇതിവിടെ വളരെ കോമൺ ആയി കാണുന്നൊരു ബേർഡാണ്. ദിസ് ഈസ് കനേഡിയൻ ഗൂസ്. ഇവിടെ എവിടെ പോയാലും നമ്മളിതിനെ കാണും. ഞാൻ ബോസ്റ്റണിൽ പോയപ്പോൾ കണ്ടു, വാഷിങ്ടണിലും കണ്ടു, എല്ലാവിടെയും കോമൺ ആയിട്ട് കാണുന്നൊരു പക്ഷിയാണ്. അങ്ങനെ ഞങ്ങൾ പപ്പായൊക്കെ കഴിച്ച് അടുത്ത സ്ഥലത്തേക്ക് എത്തി. ഇവിടെ ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഒരു കാസിൽ ഉണ്ടായിരുന്നു വെള്ളത്തിൻ്റെ നടുവിൽ. അതന്വേഷിച്ച് ഞങ്ങൾ നടക്കുകയാണ്. സോ ഇതാണ് ആ കാസിൽ. പക്ഷേ ഗൂഗിൾ മാപ്സ് ഞങ്ങളെ പിന്നെയും ചതിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ഇവിടെ വന്നിട്ടൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. കാസിലൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ ഈ മൗണ്ടൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ദൂരെ നമുക്ക് കാസിൽ കാണാൻ പറ്റും. ആദ്യം മുമ്പ് ഈ മൗണ്ടനിൽ ട്രെക്ക് ചെയ്ത് കയറിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഓഫീസിൻ്റെ ഒരു ഓഫ് സൈഡ് ട്രിപ്പിൽ. സോ ഇത് ആദ്യം ആ സമയത്ത് എടുത്ത വീഡിയോ ആണ്. ഇതേ കണ്ടില്ലേ, ആൾക്കാരൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് ഈ മൗണ്ടൻ ട്രെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ്. പക്ഷെ ഭയങ്കര ചൂടായതുകൊണ്ട് ഞങ്ങളതിനൊന്നും നിന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. നമ്മൾ കോൾഡ് സ്പ്രിങ്സിലാണ് ഇപ്പോൾ. ഇതും അപ്സ്റ്റേറ്റ് ന്യൂയോർക്കിൽ തന്നെ ഒരു പാർട്ടാണ്. ഇതൊക്കെ അടുത്തടുത്ത് തന്നെയുള്ള സിറ്റീസാണ്. അപ്പം ഞങ്ങൾ എല്ലാതും ഒരേ സമയത്ത് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. സമയം അങ്ങനെ ഉച്ചയൊക്കെ ആയി. അപ്പം നമുക്ക് രണ്ടുപേർക്കും വിശക്കാൻ തുടങ്ങിയതുകൊണ്ട് ലഞ്ചിനുള്ള പരിപാടികൾ നമുക്ക് നോക്കണം. ഇതേ കണ്ടില്ലേ, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു ഇവിടെ. ഇത് ആ മൗണ്ടൻ്റെ സൈഡിൽ കൂടെ ഒരു റെയിൽവേ ട്രാക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതൊന്നും ഇതിൽ കാണുന്നില്ല. നമ്മൾ പിക്നിക്കിനുള്ള സാധനങ്ങളൊക്കെ കൊടുന്നിരുന്നു. ലഞ്ചിന് വേണ്ടി സാൻഡ്വിച്ചും ജ്യൂസും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ലൊരു ടേബിൾ കിട്ടിയപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് തന്നെ നല്ല വ്യൂ ആസ്വദിച്ച് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കാറിൽ വെച്ച് തിരിച്ച് ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറേ നേരം അവിടെ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ അവസാനം വെയിൽ ഞങ്ങളുടെ ഇനി ഇവിടെ നിന്നാൽ ഞാൻ നിങ്ങളെ ബുൾസയാക്കി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേഗം പിന്നെ ഇവിടുന്ന് വിടാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പിന്നെ പുറപ്പെട്ടു. വഴിയിൽ ഞാൻ ഇത് അടിപൊളി ഒരു കാസിലല്ല ചർച്ച് കണ്ടു. ഇവിടെ ഇങ്ങനെ ഇതുമാതിരി കുറേ ബ്യൂട്ടിഫുൾ ചേർച്ചസ് ഉണ്ട്. എല്ലാം ഇങ്ങനെ പഴയ ചേർച്ചസൊക്കെയാണ്. നല്ല രസമാണ് കാണാൻ. അങ്ങനെ നമ്മൾ നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് ക്രട്ടോൺ ഗോർജ് പാർക്ക്. ഇതൊരു ഡാമിൻ്റെ സൈഡിലായിട്ട് ബിൽഡ് ചെയ്തൊരു പാർക്കാണ്. നമ്മുടെ മലമ്പുഴ ഡാമിലൊക്കെ പോകുന്ന മാതിരി ഒരു ഫീലാണ്. പക്ഷേ ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ബാർബിക്യൂവും അങ്ങനെയൊക്കെ ഉള്ള സെറ്റപ്പായിട്ടാണ് വന്നിട്ടുണ്ട് പിക്നിക്കിന്. നമ്മൾ എൻട്രി ചെയ്യാൻ പെർ വെഹിക്കിൾ $10 കൊടുക്കണം. ഞങ്ങളിവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. സമ്മറൊക്കെ ആയതുകൊണ്ട് ഒത്തിരി തിരക്കായിരുന്നു പാർക്കിൽ. കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ ഇരുന്ന് നമ്മളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു വഴിയിൽ. അപ്പോൾ ഇതാ ഞങ്ങൾ വാൾമാർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിവേസ്, if you guys enjoyed this video, please do like, share and subscribe to our channel and keep watching for more such content. Bye.